പശ്ചിമ ബംഗാൾ സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായ അനിൽ സർക്കാരാണ് തെളിവെടുപ്പിനായി എത്തിയത്. മലപ്പുറം വെട്ടത്തൂർ അനാഥാലയത്തിലെ കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അദ്ദേഹം മൊഴിയെടുത്തു. കുട്ടികളെ വിദ്യാഭ്യാസത്തിന് സ്വമേധയാ രക്ഷിതാക്കൾ തന്നെ അയച്ചതാണെന്ന് തെളിവെടുപ്പിൽ ബോധ്യപ്പെട്ടതായി അനിൽ സർക്കാർ പറഞ്ഞു. നിയമലംഘനമൊന്നും കണ്ടെത്തിയിട്ടില്ല. വിദ്യാഭ്യാസത്തിനായി കുട്ടികളെത്തിയത് മനുഷ്യക്കടത്തല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. No malpractice has been identified. These people are very daily worker, daily wage laborer. They used to work in different states. They do not have any person to look after their children. So they found some information that this is this place where they can keep their children and educate them for further study. യത്തീംഖാനയിൽ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സൗകര്യം ബന്ധപ്പെട്ടവർ ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുട്ടികളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. 124 കുട്ടികളിൽ 64 പേരെ കൃത്യമായ രേഖകളുള്ളതിനാൽ നേരത്തെ തന്നെ യത്തീംഖാനയ്ക്ക് കൈമാറിയിരുന്നു. ബാക്കിയുള്ള കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളുടെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. മീഡിയ 1 മലപ്പുറം.